ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള ഒരു സ്ഥലമാണ് അന്റാർട്ടിക്ക. അസ്ഥികൾ മരവിപ്പിക്കുന്ന തരത്തിൽ താപനില -129 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള തണുപ്പാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുക. അത്തരം കഠിനമായ സാഹചര്യങ്ങളിൽ ഐസ്, മഞ്ഞ് എന്നിവയേക്കാൾ തണുപ്പുള്ള ഒരു സ്ഥലം ചിന്തിക്കാനാകുമോ? എന്നാൽ തണുത്തുറഞ്ഞു കിടക്കുന്ന ഈ ഒരു പ്രദേശത്ത് തീയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യമുണ്ട്. ഭൂമിയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറബസ്. 12,448 അടി ഉയരത്തിലാണ് ഈ ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സാധാരണ അഗ്നിപർവ്വതമല്ല. അഗ്നിപർവ്വത ബോംബുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഉരുകിയ പാറകൾ, വാതകം, നീരാവി എന്നിവ സ്ഥിരമായി പുറപ്പെടുവിക്കുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ അത്ഭുതമാണിത്. അഗ്നിപർവ്വതത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് പതിവായി സ്വർണത്തിന്റെ മൈക്രോ ക്രിസ്റ്റലുകൾ പുറപ്പെടുവിക്കുന്നു എന്നതാണ്. ഈ അഗ്നിപർവ്വതം 80 ഗ്രാം സ്വർണം പുറന്തള്ളുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രതിദിനം ഏകദേശം $6000 വില വരുന്ന സ്വർണമാണ് പുറന്തള്ളുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. സ്വർണത്തിന്റെ ഈ കണികകൾക്ക് 20 മൈക്രോമീറ്ററിൽ കൂടുതൽ വലിപ്പം ഉണ്ടാകാറില്ല. അഗ്നിപർവ്വത വാതകങ്ങളാലാണ് ഇവ പുറത്തേക്ക് വരുന്നത്. ഈ കണികകളെ അഗ്നിപർവ്വതത്തിൽ നിന്ന് 600 മൈൽ അകലെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിഭാസം ശാസ്ത്രജ്ഞരെ ശരിക്കും വിസ്മയിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം സ്വർണം അതിന്റെ ലോഹരൂപത്തിൽ പുറന്തള്ളുന്നതായി അറിയപ്പെടുന്ന ഒരേയൊരു അഗ്നിപർവ്വതം മൗണ്ട് എറബസ് ആണ്. 1979 വിനാശകരമായ മൗണ്ട് എറബസ് ദുരന്തം നടന്ന സ്ഥലം എന്ന നിലയിലാണ് ഈ ഒരു അഗ്നിപർവ്വതം പ്രസിദ്ധി നേടിയത്. അന്റാർട്ടിക്കയുടെ ആകാശ കാഴ്ചകൾ വിമാനങ്ങളിൽ നിന്നും ആസ്വദിക്കാൻ അനുവദിക്കുന്ന ഒരു ടൂറിസം സംരംഭം എയർ ന്യൂസിലൻഡ് അവതരിപ്പിച്ചിരുന്നു. കാഴ്ചകൾ കണ്ട ശേഷം ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലേക്ക് മടങ്ങുന്ന രീതിയിലായിരുന്നു ഇത്. വിനോദസഞ്ചാര വിമാനങ്ങളിലൊന്ന് അഗ്നിപർവ്വതങ്ങളിലൊന്നിന്റെ വശത്തേക്ക് ഇടിച്ചു കയറി വിമാനത്തിലുണ്ടായിരുന്ന 257 പേരും മരിച്ചതായിരുന്നു ആ ഒരു ദുരന്തം. അന്ന് രാവിലെ മോശം കാലാവസ്ഥ ആയിരുന്നിട്ടും ടൂർ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ക്യാപ്റ്റൻ ജിം കോളിൻസ് വിമാനത്തെ 2 വലിയ വളവുകളിൽ വെച്ച് വട്ടത്തിൽ 2000 അടിയിലേക്ക് താഴ്ത്താൻ ശ്രമിച്ചുവെങ്കിലും വിമാനം അഗ്നിപർവ്വതത്തിൽ ഇടിക്കുകയാണ് ചെയ്തത്. അപകടത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം തൽക്ഷണം മരിക്കുകയും ചെയ്തു. റിപ്പോർട്ടുകൾ പ്രകാരം അപകട സ്ഥലത്തെ രക്ഷാസംഘം യാത്രക്കാരിൽ ഒരാളുടെ ക്യാമറയിൽ ക്യാമറ ഫിലിം ഉള്ളതായി കണ്ടെത്തിയിരുന്നു. അപകടത്തിന് ഏതാനും സെക്കൻഡുകൾക്ക് മുൻപ് എടുത്ത ഫോട്ടോഗ്രാഫുകളിൽ മേഘങ്ങളൊന്നും കാഴ്ച മറച്ചിരുന്നില്ല എന്നും വ്യക്തമായി. ഇതോടെ അഗ്നിപർവ്വതത്തെ മേഘങ്ങൾ മറച്ചത് കാരണമുണ്ടായ അപകടമായിരുന്നിരിക്കാം എന്ന സാധ്യത തള്ളിക്കളഞ്ഞു. അഗ്നിപർവ്വതത്തിലെ മഞ്ഞ് ഒരു പുകമറ പോലെ ഉണ്ടായതാകാം ഈ ഒരു തകർച്ചയ്ക്ക് കാരണമെന്നാണ് ഉറവിടങ്ങൾ പറയുന്നത്. താഴെയുള്ള ഐസിനെ മഞ്ഞ് പോലെ കണക്കാക്കി ശരിയായ ദൂരം അളക്കാൻ പൈലറ്റിന് സാധിച്ചിരിക്കില്ല എന്നാണ് കാരണമായി കണ്ടെത്തിയത്. അന്ധകാരത്തിന്റെ ദൈവമായും അധോലോകത്തിന്റെ ഇരുണ്ട വാസസ്ഥലമായും വ്യക്തിവൽക്കരിക്കപ്പെട്ട ഗ്രീക്ക് ദേവതയായ എറബസിൽ നിന്നാണ് പർവ്വതത്തിന് എറബസ് എന്ന പേര് ലഭിച്ചത്. അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഇരുണ്ടതാണ് എന്നത് തന്നെയായിരുന്നു ഇതിന് കാരണം. 1841 അന്റാർട്ടിക്കയിലേക്കുള്ള തന്റെ പര്യവേക്ഷണത്തിനിടെ അഗ്നിപർവ്വതം കണ്ടെത്തിയ ബ്രിട്ടീഷ് പര്യവേക്ഷകനായ സർ ജെയിംസ് ക്ലാർക്ക് റോസ് അദ്ദേഹത്തിന്റെ കപ്പലുകളിലൊന്നായ HMS എറബസ്, HMS ടെറർ എന്നിവയിൽ നിന്നും എറബസ് എന്ന പേര് ലഭിച്ചതായി പറയുന്നുണ്ട്.